ഹായ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസമാണ് US വന്നിട്ട്. ഇന്നലെ വാഷിങ്ടണിലായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ന്യൂയോർക്കിൽ താമസിച്ചു. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കിൽ നമ്മൾ റെൻ്റേ കാർ തിരിച്ചു കൊടുക്കണം. അതിനുശേഷം 2 days ന്യൂയോർക്ക് കംപ്ലീറ്റ് കറങ്ങി എന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ലോസ് ആഞ്ചൽസിലേക്കുള്ളത്. നമ്മൾ റോഡ് ട്രിപ്പ് മറ്റന്നാൾ പുറപ്പെടും. നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ മോർണിംഗ് പുറപ്പെടും. അപ്പോൾ ഇതുവരെ നമ്മൾ ഏകദേശം 1000 മൈൽ ഓടി. 1100 മൈൽ ഏകദേശം ആവും. 1200 മൈൽ, ഏകദേശം 2000 കിലോമീറ്റർ. അതാണ് നമ്മൾ ഇതുവരെ ഓടിയത് ഈ 3 ദിവസം കൊണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ളത്, US വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ റെൻ്റേ കാർ തന്നെ എടുക്കണം. നമ്മൾ ഔട്ട് ഓഫ് ന്യൂയോർക്ക് പോവുകയാണെങ്കിൽ റെൻ്റേ കാർ എടുത്തു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നമ്മൾ ബഫല്ലോ പോയി നയാഗ്ര കണ്ടു. അതുപോലെ അത് വരുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ സിറ്റികളുണ്ട്. ചെറുത് നല്ല വലിയ സിറ്റികൾ തന്നെ. ഫിലാഡൽഫിയ, പെൻസിൽവാനിയ, പിന്നെ അങ്ങനെ ബിങ്ഹാംടൺ, പിന്നെ ഈ പറഞ്ഞ ന്യൂയോർക്ക്, പിന്നെ ന്യൂ ജേഴ്സി. അങ്ങനെ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ റെൻ്റേ കാറിന് ഏകദേശം വരുന്നത് വിത്ത് ഇൻഷുറൻസ്, അതായത് നമ്മളെപ്പോഴും ഫുൾ കവേർഡ് ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അതിനെപ്പറ്റി പറയാവേണ്ട ആവശ്യമില്ല. നമ്മളെവിടെയാണോ അവിടെ വണ്ടി അവർ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് റെൻ്റേ കാറിൽ ഫുൾ കവേർഡ് ഇൻഷുറൻസ് എടുത്താൽ. അതിന് നിങ്ങൾക്ക് ഏകദേശം $45 നമ്മളിപ്പോൾ എടുത്ത വണ്ടിക്ക് അവർ ചാർജ് ചെയ്തത്. പിന്നീട് അഡീഷണൽ നിങ്ങൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് $5 പെർ പേഴ്സൺ വരും. ഇതാണ് ചാർജ് വരുന്നത്. അതുകൂടാതെ റെൻ്റ് ഏകദേശം നമുക്ക് വന്നത് ഇതൊക്കെ കൂടിയിട്ട് $500 3 ദിവസത്തേക്ക് വണ്ടിക്കായത്. ഏകദേശം $150-160 ഒരു ദിവസത്തേക്ക്. വണ്ടി 72 മണിക്കൂറേക്കാണ്. 24 മണിക്കൂർ ഒരു ദിവസം, 72 മണിക്കൂറേക്കാണ്. 73 മണിക്കൂറായ ഒരു ദിവസം എക്സ്ട്രാ ചാർജ് ചെയ്യും. അതെ, അതിൽ നിന്ന് 72 മണിക്കൂർ നിങ്ങൾ വണ്ടി എടുത്തിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ ആയാൽ അവർ ഒരു ദിവസത്തെ എക്സ്ട്രാ ചാർജ് ചെയ്യും. അതെല്ലായിടത്തുള്ള തന്നെ അത് ചാർജ് ചെയ്യും. പിന്നെ വേറെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? റെൻ്റേ കാറിനെ കുറിച്ചിട്ട്, റെൻ്റേ കാർ അപ്പോൾ അങ്ങനെയുള്ള ഗുണം എന്താ പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ബസ് കൊണ്ടുവിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിന് എവിടെ എത്തുന്നത്, അവിടെയുള്ള ആ മെയിൻ സിറ്റിയിൽ തന്നെ നിങ്ങൾ താമസിക്കേണ്ടി വരും. ഇപ്പോൾ റെൻ്റേ കാർ കയ്യിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നേരെ ഉള്ളോട്ട് പോയിട്ട് നമുക്ക് റൂം ചെറിയ ചിലവിൽ കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു $70 2 പേർക്ക് 2 ക്വീൻ ബെഡ് ഉള്ള റൂമിന് ഒരു $70-75 വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അത്രയും വരുന്നുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ കുറച്ച് സിറ്റിയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ $150-100 മേലെ എന്തായാലും നമുക്ക് റൂമിന് വേണം. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു $25-30 ഇങ്ങനെ ഈ താമസം തന്നെ നമുക്ക് ലാഭിക്കാനും പറ്റും. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് താമസിക്കാനും പറ്റും. അപ്പോൾ ആ പൈസ നമുക്ക് ഏകദേശം നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്രൈവർക്ക് ചാർജ് അതൊക്കെ ആയിട്ട് അതിൽ ഇത് ചെയ്ത് പോകും, കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു റെൻ്റേ കാറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.